ഹോളിവുഡിലെ പ്രശസ്തമായ ഹൊറർ ഫ്രാഞ്ചൈസിയാണ് കോൺജറിംഗ് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിന്റെ ഭാഗമായി 3 സിനിമകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഗംഭീര അഭിപ്രായങ്ങൾ നേടിയ സിനിമകൾ ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ ഫ്രാഞ്ചൈസിയിലെ 4ാമത്തെ സിനിമയും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ദി കോൺജറിംഗ് ലാസ്റ്റ് റൈറ്റ്സ് എന്ന പേരിട്ടിരിക്കുന്ന സിനിമയ്ക്ക് വമ്പൻ അഡ്വാൻസ് ബുക്കിംഗ് ആണ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചത്. മണിക്കൂറിൽ 20,800-ലധികം ടിക്കറ്റുകളാണ് ചിത്രം വിറ്റഴിച്ചത്. ആദ്യ ദിനം ചിത്രം ഇന്ത്യയിൽ നിന്ന് 13 മുതൽ 15 കോടി വരെ നേടുമെന്നാണ് കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ ഒരു ഹൊറർ ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടുന്ന ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷനാകും ഇതെന്നാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. അതേസമയം ചിത്രത്തിന് ഇന്ത്യയിൽ ഒരു കട്ടും ഉണ്ടാകില്ലെന്ന് നിർമ്മാതാക്കളായ വാർണർ ബ്രോസ് നേരത്തെ അറിയിച്ചിരുന്നു. എ സർട്ടിഫിക്കറ്റോടെയാണ് ദി കോൺജറിംഗ് ലാസ്റ്റ് റൈറ്റ്സ് ഇന്ത്യയിൽ പുറത്തിറക്കിയത്. നേരത്തെ ഹോളിവുഡ് സിനിമകളായ സൂപ്പർമാൻ, ഓപ്പൺഹൈമർ എന്നീ സിനിമകൾക്ക് ഇന്ത്യയിൽ സെൻസറിംഗ് നേരിടേണ്ടി വന്നത് ഏറെ ചർച്ചയായിരുന്നു. ഒരു ചുംബന രംഗമായിരുന്നു സൂപ്പർമാനിലെ ഇന്ത്യൻ പതിപ്പിൽ നിന്ന് ഒഴിവാക്കിയത്. പാരനോർമൽ അന്വേഷകരായ എഡ്, ലോറൻ വാറൻ എന്നിവർ ഒരു കേസിന്റെ ഭാഗമായി ഒരു വീട്ടിലെത്തുന്നതും തുടർന്നുണ്ടാകുന്ന ഭയാനകമായ സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ഉള്ളടക്കം. ജെയിംസ് വാനും പീറ്റർ സഫ്രാനും ചേർന്നാണ് മൈക്കൽ ചാവേഴ്സ് സംവിധാനം ചെയ്യുന്ന ദി കോൺജറിംഗ് ലാസ്റ്റ് റൈറ്റ്സ് നിർമ്മിച്ചിരിക്കുന്നത്. കോൺജറിംഗ് സീരീസിലെ 4ാമത്തെ ചിത്രവും ഫ്രാഞ്ചൈസിയിലെ 9ാമത്തെ ചിത്രവുമാണിത്. ഐമാക്സിൽ ഉൾപ്പെടെ ചിത്രം റിലീസിനെത്തുമെന്നാണ് വിവരം. ഇയാൻ ഗോൾഡ്ബർഗ്, റിച്ചാർഡ് നൈൻ, ഡേവിഡ് ലെസ്ലി ജോൺസൺ, മക്ഗോൾഡ്രിക് എന്നിവരാണ് സിനിമയ്ക്കായി തിരക്കഥയൊരുക്കിയിരിക്കുന്നത്. വെര ഫാർമിഗ, പാട്രിക് വിൽസൺ, മിയ ടോംലിൻസൺ, ബെൻ ഹാർഡി തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കോൺജറിംഗ് സീരീസിലെ അവസാനത്തെ ചിത്രമാണിതെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.